വെൽക്കം ബാക്ക് ടു ഗോപു നന്ദൽ ജി മാർട്ട് തമിഴ് YSK തുടരുന്നു. നമ്മൾ അതിഥി തൊഴിലാളികൾക്ക് ആരും തന്നെ എതിരല്ല. നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് അതിഥി തൊഴിലാളികൾ നിർണായകമാണ്. ഈ അതിഥി തൊഴിലാളികൾ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു പ്ലൈവുഡ് ഫാക്ടറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഓണർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഇതിലൊന്നും പെടാതെ വലിയൊരു വിഭാഗം ഇന്ന് പെരുമ്പാവൂർ പോലുള്ള ഏരിയകളിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള റൂമുകളിൽ താമസിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നു. ഇവർ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്? ഇവർ ലഹരി കച്ചവടമാണോ ചെയ്യുന്നത്? അതോ ഇവര് ചൂതാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് എറണാകുളത്തോ മട്ടാഞ്ചേരിയിലോ മറ്റൊക്കെയാണ് ഈ ലഹരിയുടെ ഉപയോഗം കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് ഞങ്ങള് ഇപ്പൊ കുറച്ച് ഭാഗമായി ബന്ധപ്പെട്ട് സേവ് പെരുമ്പാവൂര് എന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഈ ബായിക്കോളിൽ ഞങ്ങള് അവിടെ നാട്ടുകാർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അതെ, ഈ അതിഥി തൊഴിലാളി നമ്മൾ നാടിന്റെ ഭാഗമായിട്ടുള്ള ഇതിലേക്ക് ആദ്യം ഇറങ്ങണമല്ലോ. അതിനുശേഷം കുറെ മാറ്റം അവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയയില് അതിന്റെ ഒരു ഇതെന്താ വെച്ചാൽ, നമുക്ക് ഏത് മേഖലയിലും നമുക്ക് ലഹരി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലഹരി വിൽക്കുന്ന ആളുടെ കോണ്ടാക്ട് കിട്ടണം. ഈ ബായി കോളനിയുടെ ഏരിയനെ സംബന്ധിച്ചുള്ള എന്താ വെച്ചാൽ, അവിടെ ആര് ചെന്നാലും ഇപ്പൊ ഞങ്ങൾ നാട്ടുകാർ വരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങോട്ട് പോക്കുണ്ടായില്ല. അതൊരു ഭായിമാര് മാത്രമുള്ള ഒരു ഏരിയ മാറിയിരിക്കായിരുന്നു. അവിടെ ഒരുപാട് വിദ്യാർത്ഥികളും യുവതികൾ ഉൾപ്പെടെ അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവിടെ ഒരാൾ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവരെ ഓരോരുത്തർ വന്ന് സമീപിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടത്? നിങ്ങൾക്ക് കഞ്ചാവ് വേണോ, ഹാഷിഷ് വേണോ, എന്ത് പ്രൊഡക്റ്റാണോ വേണ്ടത് അതിന്റെ പേയ്മെന്റ് അവിടെ കൈമാറിക്കാൻ അതവിടെ സുലഭമായിട്ട് കിട്ടാണ്. ഈ പറയുന്നത് പോലെ ഇപ്പൊ വലിയ വലിയ പാർട്ടികൾക്കും ഇതിനൊക്കെ വലിയ ക്വാണ്ടിറ്റി വരെ സെയിൽ ചെയ്ത് പോകുന്നത് അവിടെ നിന്നാണ്. യൂബർ ടാക്സികളിൽ അവിടെ വന്ന് സാധനം മേടിച്ച് ആളുകൾ കടന്നു പോകുന്നു. ഇങ്ങനെ ഈ അതിഥി തൊഴിലാളികളുടെ ഏരിയയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് ഇതിൽ നിന്നൊരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല രീതിയിൽ രാവിലെ വന്ന് പണിക്ക് പോയി വൈകിട്ട് വന്ന് താമസിക്കുന്നവർ പറഞ്ഞത്, നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വളരെ ഹാപ്പിയാണെന്നാണ് ഈ അതിഥി തൊഴിലാളികൾ ഞങ്ങളോട് പറയുന്നത്. കാരണം അവർ ഈ ലഹരി മാഫിയയെ പേടിച്ചുകൊണ്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. അതെ, നമ്മൾ പുറത്ത് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം അല്ലല്ലോ പുറത്ത്. നമ്മൾ ഈ കേരളത്തിന്റെ സാഹചര്യം അല്ല പുറത്തുള്ളത്. അവിടെ കഴിവുള്ളവൻ ഹഫ്ത പിരിക്കവും ഗുണ്ടാ പിരിവും കാര്യങ്ങളായിട്ടെല്ലാം പെടും. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ ബായി കോളനി മാറിയിരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ടീനേജേഴ്സിന് ആകർഷിക്കത്തക്ക രീതിയിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ അതിഥി തൊഴിലാളികളുടെ പക്കലുണ്ട്. കാരണം പറഞ്ഞാല് ചെറിയ കുട്ടികളൊക്കെ അവരവിടെ കൊടുക്കുന്നുണ്ട്. ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2019 ഞാനും എന്റെ ക്യാമറമാനോട് കൂടിയിട്ട് രാത്രി ഒരു 12-12:45 സമയത്ത് ഞങ്ങൾ പെരുമാറുകൂടെ നടക്കുവാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് കുറെ ലേഡീസിനൊക്കെ കുറെ പേര് ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ നടന്ന് കഴിയുമ്പോൾ ഒരാൾ ഞങ്ങൾ വന്ന് സമീപിച്ചു, നിങ്ങൾക്ക് ഏത് ടൈപ്പ് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊന്നും വേണ്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ പിള്ളേരെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, യെസ് പിള്ളേരെ കൊടുക്കുന്നുണ്ട്, 10, 12, 13 വയസ്സൊക്കെയാണ്, 1000 രൂപ 2000 രൂപ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പറഞ്ഞാൽ വെറുതെ പറയുന്നതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ക്യാമറമാൻ അവിടെ എടുത്തിട്ട് ഞാൻ ഈ ബൈക്കും കൊണ്ട് വന്നു. അവർ ഫോൺ വിളിച്ചു. അപ്പോൾ വേറെ ബൈക്ക് കൊണ്ട് വന്നു. ഞാൻ വണ്ടി കയറിയിരിക്കുന്നു. ഞങ്ങൾ പോയി കണ്ണത്തറ ഭാഗത്ത് അവിടേക്കാണ് കറക്കിയത്. അപ്പോൾ കൃത്യമായിട്ട് സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി മേളിലേക്ക് കയറി ചെന്ന് ആദ്യം ഒരു 3-4 ലേഡീസ് വന്നു, ഒരു 20, 25, 26 വയസ്സുള്ളവർ. പിന്നെ അതിനുശേഷം ഈ 10, 12, 13 വയസ്സായ 3 പെൺകുട്ടികൾ, തീരെ കുഞ്ഞുങ്ങൾ, അത്രയും പോലും പ്രായമില്ല. കാരണം പറഞ്ഞാൽ നമ്മുടെ യൂത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും 2-3 വീഡിയോസ് വെച്ച് ഇടുന്ന ഒരാളാണ്. ഞാൻ അവരുടെ ഉള്ളിലേക്ക് തന്നെ പോയി കയറി വീഡിയോ ഇടും. പക്ഷെ നിലവിൽ ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്വന്തമായിട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ കാക്കി പാൻ്റൊക്കെ ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് കൈയൊക്കെ തറുത്തേറ്റ് വെച്ചിട്ട് ഒരു സ്റ്റൈലൊക്കെ ഒപ്പിച്ചങ്ങോട്ട് ചെല്ലും. അപ്പൊ തല്ലിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. എന്നെ ഒരു 2 വർഷം മുന്നേ രാത്രി 11:45 സമയത്ത് ഞാൻ ഇവരുടെ വീഡിയോ രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെരുമ്പാവൂരായിട്ട് ഓടിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. അപ്പോ താങ്കളിട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആക്ഷൻ പോലീസിന്റെ എക്സൈസിന്റെ ഭാഗത്തോ ഉണ്ടായിട്ടുണ്ടോ? എക്സൈസിന്റെ ഭാഗത്തും പോലീസിന്റെ ഒക്കെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ ചില വീഡിയോസ് ഒക്കെ നമ്മൾ റിസ്ക് എടുത്ത് അങ്ങ് കയറി ചെല്ലുക. കാരണം ഞാൻ യൂത്തിനെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കി നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. എന്തായാലും അതീവ ഗുരുതരമായിരുന്നു. എന്തായാലും ഇല്ല 2 ആഴ്ച 3 ആഴ്ചയായിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.